സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതവും ടീമിൻ്റെ സ്നേഹവന്ദനവും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇനിയും ഞങ്ങളോട് സഹകരിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾക്കൊരു വാക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏത് വിധേനയും നിങ്ങളുടെ ചെവിയിൽ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് കാരണം ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു സഹോദരനും ഫാമിലിയുണ്ട്. അവർക്കായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് ഉള്ളൊരു സഹോദരനാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വേലയെ സ്നേഹിക്കുന്ന, വേലയ്ക്ക് വേണ്ടി കയ്യും മയ്യും തുറന്ന് മറന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദരനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. അവരെ കുടുംബമായ ദൈവം ഇതിനാൽ ധന്യമായി അനുഗ്രഹിക്കണമേ കർത്താവേ. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു, ഇന്ന് നിങ്ങളറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന അപ്പോസ്തലൻ എഴുതിയത് പോലെ ഓരോരുത്തർക്കും ഭവിക്കുന്നത് ഉള്ളത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമായി തീരാൻ അന്ത്യകാല കാലത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അങ്ങയുടെ സഭയ്ക്ക്, അങ്ങയുടെ ജനത്തിന് ആത്മനിയോഗം ഉണ്ടാകട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിനെ ഏൽപ്പിക്കുന്നു. ഇതിനോട് സഹായിച്ച സഹോദരനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധന്യമായവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. വരാൻ പോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോന്നായി ഒട്ടും തെറ്റിപ്പോകാതെ തിരുവചനത്തിൽ നിന്ന് നുള്ളിപ്പെറുക്കിയെടുത്തതുപോലെ പ്രാർത്ഥനയുടെ മെതിക്കളത്തിൽ ഇരുന്ന് പഠിച്ചെടുത്ത ദൈവം ചുമതലപ്പെടുത്തി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. ആ സന്തോഷവും പ്രാഗൽഭ്യവും ആത്മധൈര്യവും ദൈവം എനിക്ക് തന്നിട്ടുമുണ്ട്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ സഹകരിക്കുക. ഇന്നത്തെ നമ്മുടെ ചിന്ത, പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നു. പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞതുപോലെ ബൈബിൾ പറയുന്നു, ഞാനെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് അങ്ങനെ ത്രൂ ആയിട്ട് ശിഷ്യന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. ലോകത്തിലെ എന്ത് സംഭവങ്ങളും ദൈവം മുന്നറിയിക്കാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് പ്രവാചകന്മാരിൽ കൂടെയും പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്കതിൻ്റെ വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 35-ാമത്തെ വാക്യം ആരംഭമായിട്ട് വായിക്കാം. മത്തായി 24:35. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഒഴിഞ്ഞു പോകുകയില്ല. രണ്ട് വാക്ക് പറഞ്ഞത് യേശു, കേട്ടത് ശിഷ്യന്മാർ, അപ്പോസ്തലഗണങ്ങൾ. മറ്റാരൊക്കെ കേട്ടു എന്നുള്ളതിന് ഇപ്പോൾ ചിന്തിച്ച് സമയം കളയേണ്ടതില്ല. നൂറ്റാണ്ടുകളായിട്ട്, അതോ സഹസ്രാബ്ദം 2 ആയി, അന്ന് മുതൽ ഇന്നുവരെയും ഇത് പറഞ്ഞു വരികയാണ്. എന്നിട്ട് എന്ത് ചോദിക്കുന്ന ആൾക്കാർ
പലരെയും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ സമയത്ത് നടക്കും. അതിനു മുമ്പ് ജനം അറിയണം ഇത്, അഥവാ അവരെ അറിയിക്കണം. കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞത് നിർത്തട്ടെ. അപ്പോൾ ആകാശവും ഭൂമിയും മാറിപ്പോകും. നമുക്ക് എത്രത്തോളം അത് മനസ്സിലാവും? ആകാശഭൂമി മാറിപ്പോകുമ്പോഴും എൻ്റെ വചനത്തിന് വള്ളി മാറുകയില്ല, പുള്ളി മാറുകയില്ലെന്ന്. എന്തൊരു ഗ്യാരണ്ടിയായത്? ആർക്കതിനെ അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയും? ഇത് മനുഷ്യൻ എഴുതി പറ്റിച്ചതാണോ? ഞാൻ എൻ്റെ ചെറിയ ചെറിയ കൂട്ടരോട് എന്ന പോലെ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയാറുണ്ട്, അതിങ്ങനെയാണ്. ഞാനോ എന്നെപ്പോലെയുള്ളവരോ തിരുവഴുത്തിൽ നിന്ന്, തിരുവഴുത്ത് പറഞ്ഞാൽ ബൈബിള്, തിരുവഴുത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ വാസ്തവരഹിതമാണെങ്കിൽ, വാസ്തവരഹിതമായ ലോകത്തോട് പറഞ്ഞത് ആദ്യം യേശുവാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. പിന്നെ പിതാക്കന്മാരെന്ന് പറയപ്പെടുന്ന, വിളിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന അപ്പോസ്തല ഗണങ്ങളാണെന്ന് പറയേണ്ടി വരും. അവർ രണ്ടുപേരും അങ്ങനെ പറയില്ല, പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ ഭാവമെങ്കിൽ, നമ്മുടെ ചിന്തയെങ്കിൽ, നമ്മുടെ വാക്കെങ്കിൽ, നിശ്ചയമായിട്ടും ഞങ്ങളും അങ്ങനെ പറയാൻ ഒക്കത്തില്ല, പറയത്തില്ല. ശരി, ഇവിടെ നമ്മൾ ആ വാക്യത്തിലേക്ക് പോകുമ്പോൾ, എല്ലാം പോകുമ്പോഴും പോകാത്ത ഒന്ന് ലോകത്തിലുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല, സകല ഭൂസിമവാസികളുമായിട്ടുള്ളവരെന്നാണ് വിളിക്കുന്നത് വേദപുസ്തകം. അതിലുള്ളത് ഞങ്ങൾ പറയുന്നു മാറിപ്പോകത്തില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുന്നു, ഏറ്റുപറയുന്നു. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോടും പറയുന്നു. സ്തോത്രം. വെളിപ്പാട് 21:1 വായിച്ച്, പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നു. വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. കണ്ടോ? ഇവിടെയും രണ്ടായി കാണിക്കുന്നു. ആദ്യം വായിച്ചു കൊടുത്ത് രണ്ടായി കാണിക്കുന്നു, പുതിയതും പഴയതും. ഇവിടെയും പറയുന്നു പഴയതും പുതിയതും. ഇതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട്, ഇതിനൊരു പിൻബലമായിട്ട്, ഇതിനൊരു ഉറപ്പിന് വേണ്ടിയിട്ട് അടുത്തൊരു വാക്യോടെ വായിച്ച് 22:6, വെളിപ്പാട് പുസ്തകം 22:6. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് 5 കൂടി വായിച്ചേ. വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. പിന്നെ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അടുത്തത്, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. അപ്പൊ യോഹന്നാൻ എന്ന ഞാൻ ദൈവം അയച്ച ദൂതനിൽ നിന്ന് സന്ദേശം കേട്ടു. അതിന് ശരിയായ പച്ചഭാഷ എന്താണ്? എൻ്റെ വായനക്കാരെ, ഞാൻ മെനഞ്ഞെടുത്തുണ്ടാക്കി പറഞ്ഞതല്ല, എൻ്റെ ആശയമല്ല, എൻ്റെ അഭിപ്രായമല്ല, എൻ്റെ തോന്നലുകളല്ല, എൻ്റെ കണ്ടെത്തലുകളല്ല, വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദൈവസഭയെ കാണിക്കുവാൻ അത് അവൻ എൻ്റെ കയ്യിൽ തന്നു. സംഭവിക്കാനുള്ള കാര്യം പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പേനയാണ്, ഒരു ശബ്ദമാണ്, ഒരു പ്രതിനിധിയാണ്, ഒരു പകരക്കാരനാണ്, ഒരു മാധ്യമമാണ് യോഹന്നാൻ. സംഭവിക്കാനുള്ള കാര്യമാണ്. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, അഥവാ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, കൊണ്ടുവരുന്നു, അതുടനെ ആകും.
അപ്പോൾ ഇത്ര ഗ്യാരണ്ടിയായിട്ട് ഉറപ്പായിട്ട് ധൈര്യത്തോടെ ഇത് പ്രസ്താവിക്കുകയും എഴുതി വെക്കുകയും തലമുറ കൈമാറി നമ്മുടെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തത് പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരുമ്പോൾ അതിന് മുമ്പിലും പുറകിലും എന്താണെന്ന് കേട്ടറിയണ്ടേ? എല്ലാവർക്കും ഇത് അതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരുമോ? അതിനുവേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തി കൂടെ പറയട്ടെ, എന്നിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് പോവാം. 5 തരം ആൾക്കാരെ ഇതിനു വേണ്ടി ദൈവം നിയമിച്ചു. 6-മതൊരു തരം അതിനകത്ത് വരുന്നില്ല. ഒന്നാമത്തേത് അപ്പോസ്തലന്മാരാണ്, രണ്ടാമത്തേത് പ്രവാചകന്മാരാണ്, മൂന്നാമത്തെ സുവിശേഷകന്മാരാണ്, നാലാമത്തത് ഇടയന്മാരാണ്, അഞ്ചാമത്തത് ഉപദേഷ്ടാക്കന്മാരാണ്. കണ്ട, ദൈവത്തിൻ്റെ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത നന്മയുടെ ഒരു അനുഗ്രഹം. അങ്ങനെ അവരിൽ കൂടെ അവരൊരു ശബ്ദകോശമായിക്കൊണ്ട് ദൈവം അവരുടെ കൂടെ സംസാരിക്കുന്നു. ഈ വചനം അതിന് തെളിവായിട്ടെടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യത്തിൻ്റെ സ്ഥിതി നിലവാരം. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, യോഗത്തിന് പോയി, ആദ്യമായിട്ടെന്ന പോലെ കുറച്ച് വചനം കേട്ടു, നല്ലതാണെന്ന് തോന്നി, ഇനിയും പോകണമെന്ന് തോന്നി, ഒക്കെ ശരി തന്നെ. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്നാന്ന് മനസ്സിലായോ? ഒന്നുകൂടി പുറകോട്ട് നോക്കി പറഞ്ഞാൽ, ഞാൻ 25 വർഷം കുറയ്ക്കുകയാണ്. 25 വർഷം കുറഞ്ഞാൽ എന്തുണ്ടാവും? 2001 ഉണ്ടാവും. ഇത് 2001-ാമത്തെ വർഷമായിട്ട് വരും. 25 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത്ര ഇപ്പം ഇതുപോലെ? കാരണം കേട്ടോ, കാലം തീരുന്നതിന് മുമ്പ്, കാലം തീരുക എന്ന് പറഞ്ഞാലേ ലോകം അവസാനിക്കുന്നതല്ല. ഈ ഭൂമിയുടെ പരപ്പിൽ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല ലോകം അവസാനിക്കുന്നു. ലോകാവസാനമില്ല. എന്ത് മണ്ടത്തരം ഞാൻ പറയുന്നതല്ല എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ മണ്ടത്തരം. യുഗാവസാനമേ ഉള്ളൂ, ലോകാവസാനമില്ല. ലോകം അവസാനിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇവിടെ ലോകത്തിന് പകരം. അങ്ങനെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതെന്നാലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കർത്താവിൽ നിന്ന് പഠിക്കണം. 1-ാം തരം ഗുരു, തെറ്റുപറ്റാത്ത അധ്യാപകനാണ് കർത്താവ്. കർത്താവിൽ നിന്ന് പഠിക്കുമ്പോൾ യുഗാവസാനമേ ഉള്ളൂ, ലോകാവസാനമില്ല. അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് കൃപായുഗകാലം. കൃപായുഗകാലം അവസാനിക്കുകയും പുതിയ ആകാശഭൂമിയുടെ അഥവാ പഴയ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ, കൈമോശം വന്നു പോയ മനുഷ്യനെ മടക്കിയെടുക്കുകയും ചെയ്യുന്ന, തിരിച്ചു പിടിക്കുന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെ. പ്ലാനിങ് ആണത്. അതിനെന്താണ് മാർഗം? ദൈവം നോക്കിയപ്പോൾ ഭൂമിയിൽ ആരും മനുഷ്യനെ ഉദ്ധരിക്കാൻ പ്രാപ്തരില്ല, ആരുമില്ല. എല്ലാവരുടെയും കയ്യിൽ ഒരേപോലെ ചോരയാണ്, അല്ലെങ്കിൽ പാവമാണ്. പാവിക്ക് പാവി എങ്ങനെ രക്ഷിക്കാൻ കഴിയും? പറ്റത്തില്ല. ഞാൻ പറഞ്ഞതല്ല, പറ്റത്തില്ല. പാവിക്ക് പാവമില്ലാത്ത ഒരുവൻ വേണം. അതിനാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു പാവിയല്ല. ബാക്കി ഇവിടെ ജനിച്ചിട്ടുള്ള മുഴുവൻ പേരും പാപത്തിൽ പറക്കുന്നതാണ്. അവരെ ഉദ്ധരിക്കാൻ, അവരെ രക്ഷിക്കാൻ ഒരൊറ്റ മാർഗം ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത്. യേശു പോയി അവരെ വീണ്ടെടുക്കട്ടെ. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ തന്നെ ദൂതനെ അയച്ച് അത് വെളിപ്പെടുത്തി.
ആ വിഷയത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി, ഉറപ്പിന് വേണ്ടി 1-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഇത് യേശുക്രിസ്തുവിന്റെ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇത് കാലാകാലങ്ങൾ 10,000-കണക്കിന് വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാനുള്ളത്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ദാസന്മാരെ എന്ന് പറഞ്ഞാൽ സഭാജനത്തെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം അത് യേശുവിന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച്. ദൈവം യേശുവിന് കൊടുത്തു, യേശു ദൂതന്റെ കൈ കൊടുത്തു. പിന്നെ തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ദൂതൻ യോഹന്നാന് കൊടുത്തു. പിന്നെ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ സാക്ഷീകരിച്ചു. എവിടെ എത്തി? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവ ഹൃദയത്തിലിരുന്നത് യേശുവിലേക്ക് കൈമാറി, യേശു ദൂതന് കൈമാറി. ഇപ്പം 3ആയി. ദൂതൻ യോഹന്നാന് കൈമാറി, അപ്പോഴാണ് മനുഷ്യൻ്റെ അടുത്ത് എത്തിയത്. 4ആയി. യോഹന്നാൻ സഭയ്ക്ക് കൈമാറി. 5. അതിൻ്റെ തുടക്കം വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഒരു പുതിയ പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നൊക്കെ പറയുമ്പോഴേ അതെന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ് എന്നൊക്കെ ഒന്ന് കേട്ട് ഞാൻ എവിടെയായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ സമയത്ത്. സ്തോത്രം. വൈകാരികമായോ ആവേശപരമായോ താൽക്കാലികമായിട്ടുള്ള ആശ്വാസപരമായോ എന്തെങ്കിലും കേട്ട് കടന്നു പോകുന്നതല്ല ഭക്തിയുടെ മാർഗം. കാര്യം അറിഞ്ഞ് അതിൻ്റെ ക്രീം എന്താണെന്ന് നോക്കണം. എല്ലാവർക്കും ക്രീം അറിയാൻ വയ്യ. അതുകൊണ്ടാണ് 5 വിഭാഗം ആൾക്കാരെ നിയമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. 5 വിഭാഗം ആൾക്കാർ തിരഞ്ഞെടുത്തു എന്നല്ല, പറഞ്ഞയച്ചു എന്നല്ല, നിയമിച്ചു എന്നാണ്. അപ്പോയിൻമെൻ്റ് ചെയ്തു. പ്രവാചകൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, കേട്ടില്ലേ? അവരുടെ കയ്യിൽ കർത്താവ് വെളിപ്പാട് കൊടുത്തിട്ടുണ്ട്. അവരോട് കേട്ട് പഠിക്കണം. ഒരു മഹാനായ ധനകാര്യമന്ത്രി ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്തൂടെ പോവുക. അവൻ്റെ പേര് ഷണ്ണൻ എന്നാണ്. അവൻ ആരാണിക്ക് പോയി വരികയാണ്. അവൻ തേരിലാണ് യാത്ര ചെയ്യുന്നത്. തേരിലിരിക്കുന്നവൻ്റെ കയ്യിൽ ബൈബിള്, ആരാണിക്ക് പോയതിൻ്റെ കയ്യിൽ ബൈബിള്. അവൻ ഈ പറയപ്പെട്ട ദൈവസഭക്കാരനൊന്നുമല്ല, മാനസാന്തരപ്പെട്ടവനോ രക്ഷിക്കപ്പെട്ടവനൊന്നുമല്ല, ഭക്തിയുള്ളവനാണ്. ഏതായാലും അവൻ ആരാണിക്ക് പോയി മടങ്ങി വരുമ്പോൾ അവൻ പുസ്തകം വായിക്കുന്നു. ഇത് ശ്രദ്ധിച്ച് നോക്കിയ ദൈവം ഇവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ചു. ദൈവം തീരുമാനിച്ചു. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അപ്പോസ്തലർ പുതിയ 8-ാം അധ്യായം വായിച്ചു നോക്കാം. അവിടെ ദൈവസഭയ്ക്കകത്ത് അടുക്കള കാര്യങ്ങൾ നോക്കുന്ന, അതോ ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഫിലിപ്പോസ് എന്നാണ്. ഫിലിപ്പോസിനെ ദൈവം ആത്മാവിൽ വിളിച്ചു പറഞ്ഞു, ഫിലിപ്പോസേ, നീ നിർദ്ദേശത്തേക്ക് പോവാ. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആൾപ്പാർപ്പിൽ ദേശത്തേക്ക് പോവാ. അവനവിടെ ചെന്നു. അതാ ഒരുത്തൻ തേരിൽ വരുന്നു. പുസ്തകം വായിക്കുന്നവന് ഇവന് കേൾക്കാം. വായിക്കുന്നതിന് മനസ്സിലായില്ല, കേട്ട ഫിലിപ്പോസിന് മനസ്സിലായി. ഫിലിപ്പോസ് ചോദിച്ചു, സാറേ 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 എന്നുള്ള എൻ്റെ വാക്കാ, സാറ് വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? സാറ് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഒരുത്തനത് വെളിപ്പെടുത്താതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, എൻ്റെ തേരിൽ അങ്ങൊന്ന് കയറിയിരിക്കണമെന്ന് അപേക്ഷിച്ചു. ഭക്തരും ആത്മീയരും അന്വേഷിക്കുന്നവരും കുനിയുന്നവരാ. വലിയവൻ ചെറിയവൻ്റെ മുമ്പിൽ കുനിഞ്ഞു. ഇതാ പറഞ്ഞു. അങ്ങനെ കയറിയിരുന്ന് പൊരുൾ തിരിച്ചു കൊടുത്തു. അതിനുവേണ്ടി ദൈവം കാലാകാലങ്ങൾ ഉപയോഗിക്കുന്ന പലരുണ്ട്. അങ്ങനെയുള്ളവരിന്ന് കേൾക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവനത് കേട്ട് മനസ്സിലാക്കി ആ പോകുന്ന വഴിക്ക് തന്നെ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചു, ആത്മരക്ഷകനാണെന്ന് വിശ്വസിച്ചു, ഞാൻ വായിച്ച വചനത്തിൽ കിടക്കുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വിശ്വസിച്ചു. അവൻ വെള്ളം കണ്ടപ്പോൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനെ സ്നാനപ്പെടുത്തി. കണ്ട,
അപ്പോൾ ഷണ്ണൻ പാരമ്പര്യം പറഞ്ഞില്ല, യെരുശലേമിലെ സഭയിൽ പോയി ആരാധിക്കുന്ന കാര്യം പറഞ്ഞില്ല, അതുപോലെ മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സം പറഞ്ഞില്ല, ഭാര്യ എന്ത് പറയും, മക്കൾ എന്ത് പറയും, മുകളിലുള്ള ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് എന്ത് പറയും, ഇതൊന്നും ഷണ്ണന് വിഷയമല്ല. ഷണ്ണനൊരു കാര്യം മനസ്സിലായി, ഫിലിപ്പോസ് പറഞ്ഞ കാര്യം ശരിയാ, ഞാൻ വായിച്ച കാര്യവും ഫിലിപ്പോസ് പറഞ്ഞ കാര്യവും ഒന്നാ. അപ്പോൾ സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതേ, ഒരു പുതിയൊരു ലോകം അല്ലെങ്കിൽ പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നു. ആ രൂപപ്പെട്ടു വരുന്നത് യേശു ക്രിസ്തു ലോകം ഭരിക്കാൻ വരുമ്പോഴാണ്. അത് സഹസ്രാബ്ദ വാഴ്ചയല്ല, സഹസ്രാബ്ദ വാഴ്ച ശേഷമുള്ള കാര്യമാണ്. കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെന്താണ് ഇതിൻ്റെ ആവശ്യം, ഈ രൂപപ്പെടുത്തലിൻ്റെ ആവശ്യം എന്താണ്? 33:17 വായിക്കണ്ടേ. മനുഷ്യനോട് കൽപ്പിച്ചതോ? ആദ്യത്തെ മനുഷ്യനായിരുന്ന ആദാം, ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം അവനോട് സംസാരിച്ച് അവനെ പറ്റി പാളിച്ച മനസ്സിലാക്കി. അവൻ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ചോർന്നുപോയി, സാത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോയി. എന്നിട്ട് പറയാണ്, ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതോ? നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അത്രയും മതി. ഭാര്യയെയും ഭാര്യയുടെ വാക്കുകളൊക്കെ അനുസരിക്കാം. ദൈവത്തിന് വിരോധമായും ദൈവകൽപ്പനയ്ക്ക് വിരോധമായും പറയുന്ന വാക്കനുസരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഗതികേടെല്ലാം വന്നത്. സ്തോത്രം. വിട്ടേക്കാം. അപ്പോൾ നിന്റെ നിമിത്തം ശപിക്കപ്പെട്ട ഭൂമിക്ക് മാറ്റം വന്നേ മതിയാകൂ. അതുകൊണ്ടാണ് പുതിയ ആകാശം, അതുകൊണ്ടാണ് പുതിയ ഭൂമിയുടെ ആവശ്യം വന്നത്. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കണം, ഇങ്ങനെ ഉണ്ടാക്കും എന്ന് ദൈവം നേരത്തെ പറഞ്ഞു വെച്ച ഒരു വചനോട് വായിച്ച് അവസാനിപ്പിക്കാം. ആ വചനം യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിലുണ്ട്. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ്, ശരീരത്തോടെ ലോകത്തിൽ വരുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനെ കൊണ്ട് പറഞ്ഞു വെപ്പിച്ചു. 65:17 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. ഇത് തന്നെയല്ലേ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാടിലും പറഞ്ഞ അടുത്തത്. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. അത് ഇച്ചിരി കൂടുതലാ നമ്മുടെ ഇടയിൽ. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് സന്തോഷിക്കാൻ, ആ സന്തോഷം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കൊരു പണിയുണ്ട്. ആ സന്തോഷമില്ലാത്തവരോട് ഇതൊരു ഘോഷം പോലെ പറയണം. ഘോഷിച്ച് നീ ഉല്ലസിക്കണം. എന്താ ഉല്ലസിക്കണ്ടേ? ഞാനിത് 10 പേരോട് പറഞ്ഞല്ലോ, ഞാൻ 2 പേരോട് പറഞ്ഞല്ലോ, ഞാൻ ആ പട്ടണത്തിൽ പോയി പറഞ്ഞല്ലോ, ഞാൻ ആ ഗ്രാമത്തിൽ പോയി നടത്തിയല്ലോ. ഇതാ ഉല്ലാസം. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് പട്ടിണിക്കാണെങ്കിലും വയറ് പട്ടിണിക്കാണെങ്കിലും അതൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഈ രാവും പകലും കിടന്ന് ഇങ്ങനെ ഇപ്പോഴും കിടന്ന് അലയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ടെന്നുള്ള ശരിയാണ്, ഭക്ഷണം ആവശ്യമാണെന്നുള്ള ശരിയാണ്. പക്ഷേ നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ട് ഒരു സുഖകരമായ ജീവിതം നയിച്ചുകൊണ്ട് നല്ല മെത്തേ കിടന്നിട്ടൊന്നും അല്ല. ദാരിദ്ര്യമൊന്നും പറയുന്നതല്ല, പഞ്ഞം പറയുന്നതല്ല, ഇല്ലായ്മ പറയുന്നതല്ല. ഞാൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിച്ച് ഘോഷിപ്പി. കണ്ടോ? പറയണം എന്നത് യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണത്. പ്ലാനിങ് ആയിരുന്നത്. ആ അറിയിപ്പിന് വേണ്ടിയാണ് യെശയ്യാവിനെ അന്നത് ഉപയോഗപ്പെടുത്തിയത്. ആ അറിയിപ്പിന് വേണ്ടിയാണ് എന്നെ പോലുള്ളവരെ ഇന്ന് കർത്താവ് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇത് വാസ്തവമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, സംഭവിക്കുകയില്ല എന്ന് തോന്നുന്നെങ്കിൽ, സമയം വൈകിയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, അതിൽ ഒന്നാമത്തെ കക്ഷി യേശുവാണ്. പിന്നത്തെ കക്ഷികൾ അപ്പോസ്തലന്മാരും ഇങ്ങനെയുള്ളവരുമാണ്.
ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ഇത്തിരി മനസ്സ് വെച്ചുകൂടെ? അതിനല്ലേ ഞാൻ ഈ പച്ച മലയാളത്തിൽ തന്നെ പറയുന്നത്, മംഗ്ലീഷ് പറയാതെ, അഥവാ ഇംഗ്ലീഷും മലയാളം കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ച് പറഞ്ഞ് കാര്യം തീർക്കാതെ ഞാൻ കൃത്യമായിട്ട് മലയാളം തന്നെ പറയുന്നതിന് കാരണം മനസ്സിലായോ? അമ്മച്ചിമാർക്ക് മനസ്സിലാകണം, അപ്പച്ചന്മാർക്ക് മനസ്സിലാകണം, ബാലിക ബാലന്മാർക്ക് മനസ്സിലാകണം. സ്തോത്രം. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ചായ എന്താ മോനെ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, എൻ്റെ ഒരു മോനേ ഉള്ളവൻ, എൻ്റെ മോന് അപ്പൻഡിക്സാണ്. താലൂക്ക് ആശുപത്രിയിൽ പറഞ്ഞു, അവനെ ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പൻഡിക്സിന് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഞാനത് കേട്ട് ഇത്തിരി ഒന്ന് അടങ്ങി. എന്നാലും ആകട്ടെ, അവനെന്നെ വിളിച്ച് പറഞ്ഞ അവന് ഉദ്ദേശമുണ്ട്, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തി, മൊബൈല് ചേട്ടിൽ വെക്ക്, ഞാൻ ആ മോന് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അവന് വേണ്ടി ഒരു 1.5 മിനിറ്റ് പ്രാർത്ഥിച്ചു. ആമേൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കുമ്പോൾ അപ്പൻഡിക്സ് കാണുന്നില്ല. ജീവിച്ചിരിക്കുന്ന ദൈവം കേൾക്കുന്നു. നിങ്ങൾ മറക്കും, മറക്കാത്ത ദൈവം കേൾക്കുന്നു. ഘോഷിച്ചുല്ലസിപ്പി. വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവുമായിട്ട് ഒന്നിച്ച് നിൽക്കുക. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കുകയും അവൻ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഇന്ന് നമ്മൾ ചിന്തിച്ചത് പറഞ്ഞത്, പുതിയൊരു പ്രപഞ്ചം രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ ബാക്കിയും വിശദീകരണവുമായിട്ടും പിന്നാലെ വരാം. സ്തോത്രം. അതുകൊണ്ട് നന്നായി അറിയുക, നന്നായി ഓർക്കുക, നന്നായി മനസ്സിലാക്കുക. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറും. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത്, വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അവനെ നൽകി ലോകത്തോടത് വിളംബരം ചെയ്യുന്നു, സഭയോടത് വിളംബരം ചെയ്യുന്നു. സകല പേരും കേൾക്കണം, സകല പേരും അറിയണം. വീണ്ടും ഞാനിത് ഈ വാക്കുകൾ ചിലപ്പോൾ ഉദ്ധരിച്ചെന്ന് വരാം. ആവർത്തന പരിസ്ഥിതിയല്ല, വേറെ ഉദാഹരണം കിട്ടാഞ്ഞിട്ടല്ല. ദാവീദ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഉറക്കെ വിളിച്ചു പറയുന്നു, എൻ്റെ ഹൃദയ ശുഭവചനങ്ങളാൽ നിറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ യേശുവിനെ കുറിച്ച് പറയുന്ന എഴുത്തുപോലായി തീരാ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനതിൽ തുടർന്നു വരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, രക്ഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ വചനം കേട്ടവരായവരോട് ഇടപെടണമേ. ഈ പ്രപഞ്ചം മുഴുവനും ശാപം നിറഞ്ഞപ്പോൾ അത് അങ്ങയുടെ കയ്യിൽ നിന്ന് മനുഷ്യനാല നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ വീണ്ടെടുക്കുവാനായി അങ്ങ് പദ്ധതിയിടുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു ലോകത്തിന് തന്നുകൊണ്ട്, കർത്താവേ, അങ്ങ് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആ പുതിയ രാജ്യത്തിലേക്കും അല്ലാത്തവരെ അഗ്നിതടാകത്തിലേക്കും തള്ളുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരാരും നരകത്തിൻ്റെ അഗ്നികുണ്ഡത്തിലേക്ക്, നിത്യദണ്ഡനത്തിലേക്ക് പോകാതിരിപ്പാൻ നിത്യദണ്ഡനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. സത്യം അവർക്ക് ബോധ്യപ്പെടുത്തണമേ, വെളിപ്പെടുത്തി കൊടുക്കണമേ. കർത്താവേ, പുതിയൊരു ലോകം വരുമെന്നും പുതിയൊരു പ്രപഞ്ചം ഉണ്ടാകുമെന്നും പുതിയൊരു കാലം വരുമെന്നും ഭൂമിയുടെ ശാപം മാറുമെന്നും അതെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നല്ല കാലത്തെ ഓർക്കാനിടയുണ്ടെന്നും ഞങ്ങൾ സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.